أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم. فقد قال نبينا وسيدنا محمد صلى الله عليه وسلم لكل شيء نور وقلب القرآن الإخلاص. سيدنا محمد رسول الله محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد خير رسل الله كلهم محمد خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ബഹുമാന്യരായ ഉസ്താദുമാർ, നല്ലവരായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നാം ഒത്തുകൂടിയത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ചു കൂടിയിരിക്കാനുള്ള കാരണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ ജഅഫർ അസ്ഹരി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാഴ്ചയിൽ ചെറിയതും എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും പ്രാധാന്യവും ഉള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെയുള്ള സൂറത്തുകളും ആയത്തുകളും ചർച്ച ചെയ്യുമ്പോൾ സാധാരണ വഅളുകളിലും പ്രഭാഷണ വേദികളിലും ഉള്ളതുപോലെ ഒരുപാട് ചരിത്രങ്ങളൊന്നും പറയാൻ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ സാധിച്ചോളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ സമയം എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതിലുപരി നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും സുബഹി മുതലേ ഈ സമയം വരെയും അവർ വീട്ടിലെ കാര്യങ്ങളും ജോലികളുമായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഒരല്പസമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനും ഇൽമിനോടുള്ള അടുപ്പം കൊണ്ടും ആ റെസ്റ്റ് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ സമയമായതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർക്ക് പങ്കെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വന്ന എന്താണെങ്കിൽ, വന്ന ആളുകൾ വലിയ താല്പര്യത്തോടെയും ഇഖ്ലാസോടുകൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന്, നാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന ഓരോ സെക്കൻഡുകളും അല്ലാഹു പൊരുത്തപ്പെടുന്ന, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നും ബഹുമാന്യനായ ഉസ്താദ് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്തപ്പോൾ എല്ലാ സൂറത്തുകളും, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്തു, ഇഖ്ലാസ് പാരായണം ചെയ്തു, ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് പാരായണം ചെയ്തു, ഖുൽ അഊദു ബി റബ്ബിൻ നാസും പാരായണം ചെയ്തു. ഫാത്തിഹയ്ക്ക് ശേഷം മറ്റുള്ള സൂറത്തുകളെല്ലാം ഒരു പ്രാവശ്യം ഓതിയപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് അത് 3 തവണയാണ് നാം ഓതിയത്. അതിപ്പോൾ എന്ന് മാത്രമല്ല, എല്ലാ സമയത്തും ദുആ ചെയ്യുമ്പോൾ ഇഖ്ലാസ് സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് എപ്പോഴും 3 പ്രാവശ്യം പാരായണം ചെയ്യും. അതിന്റെ രഹസ്യമാണ് ബഹുമാന്യനായ ജാഫർ ഉസ്താദ് നമ്മെ സൂചിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോഴും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുമ്പോഴും
സൂറത്തുൽ ഇഖ്ലാസിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് റബ്ബിനോട് നാം ചോദിക്കുന്നത്. കാരണം ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം 3 ഇഖ്ലാസ് സൂറത്ത് ഓതുന്നതോടുകൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലികുല്ലി ഷൈഇൻ നൂർ, എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രകാശമുണ്ട്, നൂറുണ്ട്. വഖൽബുൽ ഖുർആൻ, എന്നാൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ നൂറുൽ ഖുർആൻ, ഖുർആനിന്റെ പ്രകാശം അത് സൂറത്തുൽ ഇഖ്ലാസ് ആണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുമ്പ് ഇവിടെ സൂറത്തുകളെ കുറിച്ച്, യാസീൻ സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലികുല്ലി ഷൈഇൻ ഖൽബ് വഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഓരോ ഖൽബുണ്ട്, അഥവാ പ്രധാനപ്പെട്ട ഭാഗം. ആ ഖുർആനിലെ ഖൽബാണ് സൂറത്തു യാസീൻ. എന്നതുപോലെ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖുർആനിന് മുഴുവനും പ്രകാശം പരത്തിയ ഒരു സൂറത്താണ് ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുർആൻ തന്നെ അള്ളാഹുവിന്റെ നൂറാകുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ നൂറിനെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചിരിക്കുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നാൽ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും അതെല്ലാം അവതരിക്കുമ്പോൾ അവതരണ പശ്ചാത്തലമുണ്ടാകും. അതിന് സബബുൻ നുസൂൽ എന്നാണ് പറയാം. ഏതൊരായത്തിറങ്ങുമ്പോഴും ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ഒരു ആയത്തിറങ്ങുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 കൊല്ലക്കാലത്തിനിടക്ക് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ആസ്വദിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നൽകിയത്. ഒറ്റ ഗ്രന്ഥമായിട്ട് ഇറക്കിയതല്ല. അപ്പൊ ഓരോ ആയത്തിറങ്ങുമ്പോഴും അപ്പോൾ ഒരു കാരണമുണ്ടാകും, ഒരു പശ്ചാത്തലമുണ്ടാകും, ഒരു സംഭവം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ആയത്തിറങ്ങുക. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് അത് എന്തിന്റെ പേരിലാണ് ഇറങ്ങിയത്? അതിന്റെ കാരണം എന്താണ്? ബിസബബി സുആലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. മുശ്രിക്കുകൾ യോഗം കൂടിയിട്ട് അള്ളാഹു ആണ് ഏകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചല്ലോ. സഫാ പർവ്വതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി നിന്നിട്ടാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്. ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹുവിലാണ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുകളും മറ്റുള്ള ബിംബങ്ങളും ദൈവങ്ങളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ ബിംബങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ അള്ളാഹു, ആ അള്ളാഹുവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ മുശ്രിക്കുകൾ യോഗം കൂടി. എന്നിട്ട് അവർ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയച്ചു, ഒരു പ്രതിനിധിയെ പറഞ്ഞയച്ചു. മുഹമ്മദ് പറയുന്ന അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏകനാണെന്ന് പറയുന്ന അള്ളാഹു എന്താണാവ മുഹമ്മദ് നബി മുഹമ്മദ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, നമുക്കത് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മുശ്രിക്കുകൾ യോഗം കൂടിയിട്ട് അർസലു ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അർസലു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആമിറിനെ പറഞ്ഞയച്ചു. എന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു, മുഹമ്മദേ, എന്താണ് നീ ഞങ്ങളോട് പറയുന്നത്? ഇതുവരെ ഞങ്ങളെല്ലാവരും ആരാധിച്ചു വരുന്ന ഞങ്ങളുടെ ബിംബങ്ങൾ, ദൈവങ്ങൾ, പരിശുദ്ധമായ കഅബാലയത്തിനകത്ത് 1,900 ബിംബങ്ങളാണ്. എന്തെങ്കിലും ഒരു ആരാധന അർപ്പിക്കണമെങ്കിൽ ഒരു ബിംബമില്ലാതെ ആരാധന അർപ്പിക്കാൻ സാധ്യമല്ല. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്തെങ്കിലും ഒരു ബിംബം വേണം. ഈ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയാണ്, ഞങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളൊന്നും ശരിയല്ല, അതൊക്കെ വെറും വിഡ്ഢിത്തരമാണ് എന്നാണല്ലോ നീ പറഞ്ഞത്. ഞങ്ങളുടെ ഇലാഹുകളെ വസബ്ബബ്ത ആലിഹതന, ഞങ്ങളുടെ ഇലാഹുകളെ മുഴുവനും നീ കളിയാക്കി. വഖാലഫ്ത ദീന ആബായിക്, നമ്മുടെ പൂർവീകരായ ആളുകൾ, ഞങ്ങളുടെ പൂർവീകരായ ആളുകൾ മുഴുവനും ഇതുവരെ ആരാധിച്ചു വന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവനും നീ എതിരായി, അതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞു. ഫഇൻ കുൻത ഫഖീറൻ അഗ്നീനാക വഇൻ കുൻത മജ്നൂനൻ ദാവൈനാക
മുഹമ്മദ്, എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? നീ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോ സ്വാഭാവികമായും കുറച്ച് ആൾക്കാർ കൂടെ വരും. അങ്ങനെ കൂടെ വരുമ്പോ അധികാരം നിനക്ക് ലഭിക്കും, അങ്ങനെ സമ്പത്ത് നിനക്ക് ലഭിക്കും. അതാണോ നിന്റെ ആഗ്രഹം? നിനക്ക് സമ്പത്താണോ വേണ്ടത്? നീ ദരിദ്രനാണ്, നീ വലിയ സാമ്പത്തികമായ പ്രയാസത്തിൽ പെട്ടുകൊണ്ട് നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദേ, നിനക്ക് എന്താ പൈസ വേണ്ടത്? അതൊക്കെ ഞങ്ങൾ തരാം. എത്ര വേണം അതൊക്കെ ഞങ്ങൾ നൽകാം. റസൂലുള്ളാഹിനെ പരിഹസിക്കുകയാണ്. അതല്ല, നിനക്ക് വല്ല വട്ടും പിടിച്ചോ, ഭ്രാന്ത് പിടിച്ചോ, തലക്ക് സുഖല്ലേ, എന്തൊക്കെയാ നീ വിളിച്ചു പറഞ്ഞത്? അതുകൊണ്ട് നിനക്ക് ഭ്രാന്താണെങ്കിൽ നല്ല ചികിത്സ നമുക്ക് നോക്കാം. അതല്ല, നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണോ? എന്താഗ്രഹം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സാധിപ്പിച്ചു തരാം. എന്തിനാണ് ഇവർ വരണമെന്നറിയോ? ഇവ മുഹമ്മദ് മുന്നിട്ടിറങ്ങിയപ്പോൾ മുഹമ്മദിന്റെ വ്യക്തിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത അൽ അമീൻ. എല്ലാവരും പറയുന്നത് അൽ അമീനാണ്, വിശ്വസ്തനാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, എല്ലാവരാലും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുതിയൊരു ആശയവുമായിട്ട് മുന്നിട്ടിറങ്ങിയാൽ ആളുകൾ പിന്നാലെ കൂടുമെന്നുള്ള വലിയ ഭയം തന്നെയാണ് ഇത് ചോദിക്കാനും ഇങ്ങനെ ഓഫറുകൾ നൽകാനും പ്രേരിപ്പിച്ചത്. അപ്പൊ നിനക്ക് സമ്പത്താണോ വേണ്ടത്? ഞങ്ങൾ സമ്പത്ത് തരാം. അതല്ല, നിനക്ക് മാനസികമായ വല്ല രോഗവുമുണ്ടോ? ചികിത്സിക്കാം ഞങ്ങൾ. നിനക്ക് വല്ല പെണ്ണിനെയാണ് ആവശ്യം? നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു തരാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലസ്തു ബിഫഖീർ വലാ മജ്നൂൻ. നിങ്ങളുടെ 5 കാശ് എനിക്ക് ആവശ്യമില്ല, എനിക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല, എന്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വലാ ഹവൈതു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെയും ആഗ്രഹിച്ചിട്ടില്ല. ഈ 3 കാര്യത്തിനു വേണ്ടിയല്ല ഞാനുള്ളത്. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അദ്ഉകും മിൻ ഇബാദത്തിൽ ഔസാനി ഇലാ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ. എന്റെ ഡ്യൂട്ടി, എന്റെ ഉത്തരവാദിത്വം, എന്റെ ആഗ്രഹം അതൊന്നു മാത്രമാണ്. നിങ്ങളുടെ ഈ ആരാധനകളെല്ലാം നിർത്തിവെച്ച് സൃഷ്ടാവായ, ശക്തിയുള്ള, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന യഥാർത്ഥ റബ്ബ്, ആ റബ്ബിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലുള്ള ആഗ്രഹം ഒന്നും എനിക്കില്ല. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ സന്മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം, നിങ്ങൾ എല്ലാവരും നന്നായി കാണണം. ഈ ഒരു ആഗ്രഹം മാത്രമാണ്. അപ്പൊ ഈ പോയ ആൾ തിരിച്ചു വന്നു. ഫഅർസലൂഹു സാനിയാ, രണ്ടാമത് വേറൊരാളെ പറഞ്ഞയച്ചു. രണ്ടാമതൊരാളെ പറഞ്ഞയച്ചു. ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നീ തറപ്പിച്ചു പറയും നിനക്ക് ഭ്രാന്തൊന്നുമില്ല, നീ നല്ല നിലപാടിൽ തന്നെയാണുള്ളത്, നിന്റെ നല്ല മനസ്സാണ്, നിന്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല, മറ്റുള്ള ഭൗതികമായ ആഗ്രഹങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് നന്നാവണമെന്നാണല്ലോ ആഗ്രഹം. എന്നാൽ ചോദിക്കട്ടെ മുഹമ്മദേ, ബയ്യിൻ ലനാ ജിൻസ മഅബൂദിക്, നീ ആരാധിക്കപ്പെടുന്ന ഏകനായ അള്ളാഹു എന്ന് പറയുമ്പോ ആ അള്ളാഹുവിന്റെ ജിൻസ്, ആ അള്ളാഹു എങ്ങനെയാണ്, എന്താണ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അമ്മിൻ ദഹബിൻ ഔ ഫില്ലാഹ്, ഏ മുഹമ്മദേ, നീ പറയുന്ന അള്ളാഹ് അത് സ്വർണത്താലുള്ള അള്ളാഹുവാണോ, വെള്ളിയാൽ ഉണ്ടാക്കിയ അള്ളാഹുവാണോ? അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാൻ അറിയൂ. കാരണം ബിംബം ഒരു പ്രതിഷ്ഠ, എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു വെച്ച ഒരു ആരാധനയിലെ പരിചയമുള്ളൂ. വീണ്ടും ചോദിക്കുന്നതിന്റെ ചോദ്യം, അവരുടെ ചോദ്യം എന്താണെങ്കിൽ, അല്ല അങ്ങനെയാണെങ്കിൽ ഏകനായ അള്ളാഹുവാണ് ആരാധ്യനാണെന്ന് പറയുമ്പോ ആ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ജിൻസേതാണ്. അത് സ്വർണത്താൽ ഉണ്ടാക്കിയ അള്ളാഹുവാണോ,
ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറങ്ങുന്നത്. നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത്? അങ്ങനെ ചോദിച്ചപ്പോൾ നബി അവരോട് പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ്. അവരോട് പറയൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൂന്ന് സൂറത്തുകൾ തുടങ്ങുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഈ മൂന്ന് സൂറത്തുകളും ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാം. നബി തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ഖുൽ നബിയെ. അവരിപ്പോ ചോദിച്ചിരിക്കുന്ന ചോദ്യം കണ്ടില്ലേ? എങ്ങനെ? എന്താണ് അള്ളാഹു? അത് സ്വർണത്തിനാൽ ഉണ്ടാക്കിയതാണോ, വെള്ളിയാണോ, മറ്റു വല്ല ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണോ, ഒരു പ്രതിഷ്ഠയാണോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കൂ നബിയെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹുവ കാര്യം, അതല്ലെങ്കിൽ അല്ലാഹു അഹദ് അവൻ ഏകനാണ്, അവൻ സമദാണ്, അവൻ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവനോട് തുല്യനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. തൗഹീദിന്റെ കൃത്യമായ നിർവചനം ഇതിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. തൗഹീദും ഷിർക്കും ഈ സൂറത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ചില ആളുകളൊക്കെ അത് ഷിർക്കല്ലേ, ഷിർക്കാണ് നമുക്ക് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയാൽ പിന്നെ ഷിർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തെ നന്നായി പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനായ അള്ളാഹുവാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ്, 360 അസ്നാമൻ ലാ തഖൂമു ബിഹവായിജിനാ. 300 ചില്ലാനം വിഗ്രഹങ്ങൾ ഇപ്പൊ കഅബാലയത്തിലുണ്ട്. 360 വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, പ്രതിഷ്ഠകൾ ഇപ്പോൾ കഅബാലയത്തിനകത്തുണ്ട്. ഈ 300 ചില്ലാനം പ്രതിഷ്ഠകളുടെ മുന്നിൽ പോയി ഞങ്ങൾ തൊഴുതിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ലാ തഖുലാ നഖൂമു ബിഹവായിജിനാ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നില്ല. 300 ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതാൻ ഞങ്ങളെ കൊണ്ട് കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പരിചയപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആനാണ്, 3/1. 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയതിന് തുല്യമാണെന്ന് സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിക്കുന്ന എന്താണെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ആ സൂറത്തുകൾ ഓതിയിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പാടൂ എന്ന് സഹാബത്തിനോട് നിർദ്ദേശം കൊടുക്കുകയാണ് ഇതിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും, ഏത് കൊച്ചുകുട്ടിക്ക് വരെ കാണാതെ പാരായണം ചെയ്യാൻ അറിയുന്ന മനപ്പാടമുള്ള സൂറത്താണ് ഇഖ്ലാസ്. ലാ തജ്ലിബന്നഹു മൻ വലാ തകുനാഇമാ ഇല്ലാ അലാ ദിക്രിൻ വതുഹരിൻ കാമിലാ. വുളൂ ചെയ്ത് വൃത്തിയോടുകൂടെ ആയിരിക്കണം നിങ്ങൾ എല്ലാവരും കിടന്നുറങ്ങേണ്ടത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല അലാ തുഹിരിൻ, തുഹുറോടുകൂടിയല്ലാതെ ദിക്ർ ചൊല്ലിയിട്ടുമല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല. വൃത്തിയോടുകൂടെ വുളൂഓടുകൂടെ ആയിരിക്കണം നിങ്ങൾ എല്ലാവരും കിടന്നുറങ്ങേണ്ടത്.
ഒന്നും ഇല്ലാതെ വൃത്തിയില്ലാതെ നിങ്ങൾ ആരും ഉറങ്ങാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചോന്നറിയില്ല, ഐഷാ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി തങ്ങൾ ഒരിക്കലും ജനാബത്തുകാരനായി റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാബത്തുകാരനായിട്ട് ഒറ്റ ദിവസം പോലും നബി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. ജനാബത്തുകാരനായ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെള്ളം കുടിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. രാത്രി സമയത്ത് റസൂലുള്ളാഹിക്ക് വലിയ അശുദ്ധിയുണ്ടായാൽ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വുളൂവെങ്കിലും എടുക്കും. വുളൂ എടുത്തിട്ട് ഇറങ്ങുള്ളൂ. വുളൂ ചെയ്ത റസൂൽ ഭക്ഷണം കഴിക്കുള്ളൂ. വുളൂ എടുത്ത റസൂൽ വെള്ളം കുടിക്കുള്ളൂ. ആ സുന്നത്ത് പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ജനാബത്തുകാരനായ സ്ഥിതിയിൽ നാം ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിൽ എങ്ങാനും നമ്മുടെ റൂഹ് അള്ളാഹു പിടിച്ചാൽ, നമ്മുടെ അവധിയെത്തിയാൽ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ പൊരുത്തത്തിലായ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഈമാനില്ലാതെ മരണപ്പെടേണ്ടി വരുന്നൊരവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് രാത്രി സമയത്ത് ജനാബത്തുണ്ടായാൽ പരമാവധി കുളിക്കാൻ പറ്റുമെങ്കിൽ ഉടനെ കുളിക്കുക. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ജനാബത്തോടുകൂടെ ഒരിക്കലും നാം ഉറങ്ങരുത്. ആ ജനാബത്തോടുകൂടെ ഒരു ഗ്ലാസ് വെള്ളം നാം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്. കുളിക്കാൻ പറ്റിയില്ല, കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വുളൂവെങ്കിലും എടുത്തിട്ടായിരിക്കണം നിർവഹിക്കേണ്ടത്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ളതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ഞാൻ പറഞ്ഞ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ, ലാ തജ്ലിബന്നൗമൻ വലാ തകുനായിമാ ഇല്ലാ അലാ ദിക്രിൻ വതുഹിരിൻ കാമിലാ. പരിപൂർണമായ ശുദ്ധിയില്ലാതെ നിങ്ങൾ ആരും ഉറങ്ങാനും പാടില്ല. നാൽക്കാലികൾ പോയി കിടന്നുറങ്ങുന്നത് പോലെ നിങ്ങൾ ബെഡുകളിൽ പോയി, നിങ്ങളുടെ വിരിപ്പിൽ പോയി മറിയുന്നവരാവരുത്, കിടന്നുറങ്ങുന്നവരാകരുത്. നിങ്ങൾ ഒന്നും എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് സഹാബികളെ ഖുർആൻ പൂർണ്ണമായി നിങ്ങൾ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം ഫാത്തിഹ സൂറത്ത് ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതും, പിന്നെ ആയത്തുൽ കുർസി, ആമന റസൂൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അറിയുന്ന ദിക്ർ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ അത് മറന്ന് പല തിരക്കുകളിലും പല ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ദായിമാക്കാൻ ഈ സദസ്സത്തിന് കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ റസൂല ചോദിച്ചതാണ്, നബിയെ രാത്രി മുഴുവൻ, ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദി ഇന്നഹാ തഅദിലു സുൽസുൽ ഖുർആൻ, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അള്ളാഹുവിനെ തന്നെ സത്യം. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അത് ഖുർആനിന്റെ 1/3. ഖുർആന്റെ 1/3 എന്ന് പറയുമ്പോ അപ്പൊ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത കൂലി ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അത് പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും അതിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പല സന്ദർഭങ്ങളിലായി പറഞ്ഞതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടു. റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ പോയി ഞാൻ സലാം പറഞ്ഞെടുത്ത് കൈപിടിച്ചു. യാ റസൂലല്ലാഹ്, നബിയെ, ബിമനജാത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ രക്ഷ എന്തുകൊണ്ടാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, എങ്ങനെയാ നബിയെ രക്ഷപ്പെടാൻ പറ്റുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില ഉപദേശങ്ങൾ കൊടുത്തു. മോനെ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. ആദ്യമായിട്ട് പറഞ്ഞത് അതാ. മുഅ്മിനായ മനുഷ്യന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി നിർദ്ദേശിച്ചത് നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക. മനുഷ്യനാകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ, പാപങ്ങൾ സംഭവിച്ചാൽ, നീ പടച്ചവനോട് അതിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ആവലാതി പറയുക, വിഷമങ്ങൾ പറയുക, പൊരുത്തപ്പെടിപ്പിക്കുക. ഒരു തെറ്റു ചെയ്താൽ ആ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് കരയുക. നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരയുക, അത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാ. നമ്മൾ ചെയ്ത തെറ്റ് നാളെ മഹ്ശറിൽ എത്തിയാൽ അള്ളാഹു അതിനെക്കുറിച്ച് വിചാരണ ചെയ്യല്ലോ, മഹ്ശറിൽ ഞാൻ ചെയ്ത തെറ്റ് അള്ളാഹു വെളിവാക്കുമല്ലോ എന്നുള്ള ഭയത്തോടുകൂടെ കരയുക. അങ്ങനെ കരഞ്ഞ കണ്ണ്, കലങ്ങിയ കണ്ണ് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാള് കരഞ്ഞാൽ അവന്റെ തെറ്റ് പിന്നെ മഹ്ശറയിൽ അല്ലാഹു തആല വെളിവാക്കുകയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി സമയങ്ങളിൽ കരയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മൾ കരയണം, രാത്രി സമയത്ത് കരയണം, ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് കരയണം. പരിശുദ്ധമായ കഅബ ഷരീഫിലെത്തിയപ്പോൾ ഹാജിമാരെ കൊണ്ട് ഉംറ നിർവഹിക്കുന്ന സമയത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിച്ചു കൊടുത്ത് ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞാൽ അല്ലാഹു തആല ദുആക്ക് നല്ല ഇജാബത്ത് നൽകും. ആ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. അവിടെ വെച്ചുകൊണ്ട് കരയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. കഅബാലയത്തിന്റെ സമീപത്ത് പോയി കഅബാലയത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരു സഹോദരി വന്നിട്ട് പറയാൻ, ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ ചെന്നപ്പോ എല്ലാവരും കരയന്നെയാണ്. ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ആളുകൾ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിൽ വന്ന ആളുകൾ അവിടെ വന്നുകൊണ്ട് കരയുന്നുണ്ട്. എനിക്കും കരയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഞാൻ എന്താ ചെയ്യാൻ? എന്റെ ഉംറ അല്ലാഹു സ്വീകരിക്കില്ലേ? കരയാൻ പറ്റുന്നില്ല, കരച്ചിൽ വരുന്നില്ല. അല്ലാഹു തആല അവനെ കുറിച്ച് ഓർത്ത് കരയാനുള്ള ഖൽബ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കരഞ്ഞിട്ട് അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു. സ്ത്രീകളാവിന് അഭിനയത്തിനൊന്നും കുറവുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കരഞ്ഞ് വെറുതെ കരച്ച് വെറുതെ അഭിനയിച്ചിട്ട് കരയാ. ഞാൻ പറഞ്ഞതുപോലെ ആ സഹോദരി പോയിട്ട് കരഞ്ഞു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ അഭിനയിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കരഞ്ഞു. പക്ഷേ അങ്ങനെ കരഞ്ഞപ്പോ അതൊരു ഇഖ്ലാസുള്ള കരച്ചിലായിട്ട് മാറിയെന്ന്. ഇത് ഞാൻ പറയുന്നത് എന്താണെങ്കിൽ, പലപ്പോഴും പല ആളുകളും പല മുഅ്മിനീങ്ങളൊക്കെ ദുആ എടുക്കുമ്പോ, പല സദസ്സുകളിലും ദുആ ചെയ്യുന്ന സമയത്ത്, പല വേദികളിലും ദുആ ചെയ്യുമ്പോ ചില മുഅ്മിനീങ്ങൾ കരയുമ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും കരയുമ്പോ, അല്ലേ? അതൊരു ഈമാനിന്റെ അവർക്ക് കൊടുക്കുന്ന അള്ളാഹു കൊടുക്കുന്ന ഒരു ഫളലാണ്. അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിന്റെ നിഴലല്ലാതെ നാളെ മഹ്ശറിൽ ഒരു തണലില്ലാത്തൊരു സമയം വരാനുണ്ട്. അവിടെ എത്തുമ്പോൾ ചില ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ നിഴൽ കൊടുക്കും. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ 7 വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ ദക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞവർ ഒരിക്കലും തന്നെ മഹ്ശറിൽ വിഷമിക്കേണ്ടി വരില്ല. അവർക്ക് മഹ്ശറിലെ ചൂടേൽക്കേണ്ടി വരില്ല. അള്ളാഹുവിന്റെ അർശിന്റെ നിഴൽ അവർക്ക് തണൽ വിരിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ, നമ്മൾ എല്ലാവരും കരയാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാം. അത് നജാത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടാൻ കാരണമാണെന്ന് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ പറയുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖ്ബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഉഖ്ബത്തെ, യാ ഉഖ്ബത്ത് ഇബ്നു ആമിർ
അലാ ഉഅല്ലിമക്കും ഖൈറു സലാസ്, 3 ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ഖൈറായ 3 കാര്യങ്ങൾ അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ഖൈറായ കാര്യങ്ങൾ ഏതാണ്? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഖുൽ ഖുൽ. ഈ 3 ഖുൽ ആണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറായ 3 കാര്യങ്ങൾ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ 3 ഖുൽ, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 ഖുൽ അത് ദുനിയാവിലും ഒരുപാട് ഖൈറുകൾ നിറഞ്ഞ സൂറത്തുകളാണ് ഈ 3 സൂറത്തുകൾ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എല്ലാ ഖൈറാത്തുകളും അല്ലാഹു തആല അതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. യാ ഖുബാ, ഈ 3 സൂറത്തുകൾ നീ മറന്ന് കളയല്ലേ മോനെ. എല്ലാ ദിവസവും നീ ഇത് മറക്കാതെ ഓതിക്കോളണം, പാരായണം ചെയ്തോളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉഖബത്തുവിനോട്, ഉഖബത്തെ, ഒരു രാത്രിയിലും ഇത് ഓതാതെ നീ ഉറങ്ങിപ്പോകരുത്. ഫമാ നസീതുഹുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെന്നോട് പറഞ്ഞതിന് ശേഷം പിന്നെ ഒറ്റ രാത്രിയിലും ഈ 3 സൂറത്ത് ഞാൻ മറന്നിട്ടില്ല. വമാ ബിത്തു ലൈലതൻ ഖത്തു ഹത്താ അഖറഅഹുന്ന. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ, ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നേ വരെ ആ 3 സൂറത്തും ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് ഓതിയിട്ടേ ഉറങ്ങാറുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ, ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടാൻ, മുഅ്മിനായ മനുഷ്യൻ രക്ഷ പ്രാപിക്കാനുള്ള കുറെ കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, പറയാൻ, മോനെ, സിൽ മൻ ഖതഅക്, നിന്നെ മുറിച്ചവനെ നീ ചേർക്കണം മോനെ. നിന്റെ വീട്ടിലേക്ക് വരാത്തവന്റെ വീട്ടിലേക്ക് നീ അങ്ങോട്ട് പോണം. നിന്നോട് മിണ്ടാത്തവനോട് നീ പോയി മിണ്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅതി മൻ ഹറമക്, നിനക്ക് നിഷേധിച്ച ആളുകൾക്ക് നീ നൽകണം. വഅരിദ് അമ്മൻ ളലമക്, നിന്നോട് ധിക്കാരം കാണിച്ചവരോട്, അക്രമം കാണിച്ചവരോട് നീ തിരിഞ്ഞു കളയണം. ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടാൻ കേവലം നിസ്കാരം നോമ്പും മാത്രം പോരാ. നിസ്കാരം നോമ്പും സൽക്കർമ്മങ്ങളും സ്വതക്കയും മാത്രം പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ, നിന്നോട് പിണങ്ങി ജീവിക്കുന്നവർ, നിന്നോട് മിണ്ടാത്തവരോട് നീ പോയി മിണ്ടണം, എങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. സുൽമൻ ഖതഅക്, നിന്റെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിലും നീ അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോണെന്നാ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ചെയ്യാറുണ്ട്? ഒരു കല്യാണത്തിന് വിളിക്കുമ്പോ നമ്മൾ ആദ്യം ചോദിക്കും, കല്യാണമാണ്, നമുക്ക് കല്യാണത്തിന് പോകണ്ടേ, അത് നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു, നമ്മുടെ കല്യാണത്തിന് ആദ്യം ചോദിക്കുക അങ്ങനെയാണ്. വന്നിരുന്നില്ല, പിന്നെ നമ്മൾ അങ്ങോട്ട് പോണതല്ലേ, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ തന്നെ അങ്ങോട്ട് പോണത്. അല്ലാഹു തആല അത്തരം ചിന്താഗതിയിലെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്ത്രീകളാണ് ഈ വിഷയത്തിൽ കൂടുതൽ പറയാ. പടിഞ്ഞാറങ്ങാടിലെ ഉമ്മമാരല്ല കേട്ടോ, അവരൊക്കെ നല്ല ഉമ്മമാരാണ്. നീ ഏതെങ്കിലും ആണുങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചാലും നാളല്ലേ മനുഷ്യങ്ങൾക്ക്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോണത്? അവരിങ്ങോട്ട് വരാറുണ്ടാ? പെരുന്നാളൊക്കെയല്ലേ, നമുക്ക് അവിടെ നിന്ന് പോകണ്ടേ, എന്തിനാ അങ്ങോട്ട് പോണത്? കഴിഞ്ഞ ആഴ്ച ഇതുവരെ ഇവിടെ വന്നിരുന്നു, അടുത്ത വീട്ടിൽ വരെ വന്നിരുന്നു, നമ്മുടെ വീട്ടിലേക്ക് ഒരു വന്നാ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരാത്തതിന് വീട്ടിലേക്ക് അങ്ങോട്ട് പോണ്ട എന്നുള്ള മദ്ഹബാണ് മിക്ക സ്ഥലത്തും മിക്ക ആളുകൾക്കുള്ളത്. അതൊരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചൊരു തീരുമാനമല്ല അത്. നമ്മുടെ വീട്ടിലേക്ക് വരാത്തതിന് വീട്ടിലേക്ക് അങ്ങോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയാൻ മടിയുണ്ട്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, രക്ഷപ്പെടണമെങ്കിൽ നിന്നെ അവഗണിച്ചവരെ നീ പരിഗണിക്കണം, നിന്നെ ക്ഷണിക്കാത്തവരെ നീ ക്ഷണിക്കണം, നിന്റെ വീട്ടിലേക്ക് വരാത്തതിന്റെ വീട്ടിലേക്ക് നീ അങ്ങോട്ട് പോകണം. റസൂലുള്ളാഹി തങ്ങൾ പറയാം, എങ്കിലേ നിനക്ക് വിജയിക്കാൻ പറ്റൂ, രക്ഷപ്പെടാൻ പറ്റൂ. നമ്മുടെ ആഖിറ നമുക്ക് വേണ്ടത്. നമ്മുടെ ആഖിറ രക്ഷപ്പെടാൻ കേവലം നിസ്കാരം നോമ്പുകൊണ്ട് മാത്രം കഴിയില്ല. നജാത്തുൽ മുഅ്മിൻ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ബിമ നജാത്തുൽ മുഅ്മിനി യാ റസൂലല്ലാഹ്, എങ്ങനെ നബി രക്ഷപ്പെടാൻ സാധിക്കും? എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ റസൂൽ പറഞ്ഞു, രക്ഷപ്പെടണോ ചെയ്തോ. എങ്ങനെ? നിന്റെ വീട്ടിലേക്ക് വരാത്തവന്റെ കുടുംബത്തിലേക്ക് നീ പോയിക്കോ, നിന്നോട് മിണ്ടാത്തവരോട് നീ മിണ്ടിക്കോ, നിന്നെ തടഞ്ഞവനെ നീ കൊടുത്തോ. നിന്നെ ആരെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അവനെ തൊട്ട് നീ തിരിഞ്ഞു കളഞ്ഞ മോനെ, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് രക്ഷപ്പെടാൻ വേണ്ടി മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്ത് നീ ഒരിക്കലും അത് പാരായണം ചെയ്യാതെ ഉറങ്ങിപ്പോകരുത്, അത് മറന്നുകൊണ്ട് നീ ജീവിക്കരുത്. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അല്ലാഹു ഇത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതബൂക്ക്. തബൂക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാൻ സൂര്യൻ ഉദിച്ചു. നല്ല പ്രകാശത്തോടുകൂടെയാണ് സൂര്യൻ ഉദിച്ചു വന്നത്. പതിവല്ലാത്ത രൂപത്തിലുള്ളൊരു പ്രകാശവും പതിവല്ലാത്ത രൂപത്തിലുള്ളൊരു വെളിച്ചവും. അന്നത്തെ സൂര്യന് സാധാരണ സൂര്യന്റെ വെളിച്ചം എന്നല്ല, നല്ല വെളിച്ചം, നല്ല പ്രകാശം. അന്തരീക്ഷത്തിലൊക്കെ പ്രത്യേകമായൊരു വെളിച്ചം കാണാം. ഇന്നേ വരെ ഇങ്ങനൊരു വെളിച്ചം, ഒരു പ്രകാശം ഞങ്ങൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയായിരിക്കുന്ന ഒരവസ്ഥയിൽ കണ്ട അനുഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഫഅതാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, യാ ജിബ്രീൽ, എന്താ ജിബ്രീലെ കാണുന്നത്? ഇന്നൊരു പ്രകൃതിക്കൊരു വ്യത്യാസമുണ്ടല്ലോ, നല്ല പ്രകാശമുണ്ടല്ലോ. ഇനി എന്താണൊരു പ്രകാശ കിരണങ്ങൾ, വല്ലാതെ ഒരു പ്രത്യേകമായൊരു വെളിച്ചം, എന്താണ് നിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉമ്മ മകനോട് പറയണ, മോനെ അല്ലെങ്കിൽ മോളെ, നീ എന്നോട് സലാം പറഞ്ഞില്ലല്ലോ, സലാം പറയും. സ്കൂളിലേക്ക് പോകുമ്പോഴും സലാം പറയിപ്പിക്കുക, വരുമ്പോഴും സലാം. നാം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയോട് സലാം പറയാം, മക്കളോട് സലാം പറയാം, മാതാപിതാക്കളോട് സലാം പറയാം. അങ്ങനെ ആ വീട്ടിൽ സലാം പ്രചരിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴെല്ലാം സലാം പറയണം. ഇൻകാന ഫീഹി അഹദ്, ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറയാ. ഫഇല്ലം യകുൻ ഫീഹി അഹദ്, നിന്റെ വീട്ടിൽ ആരുമില്ല, നീ ചെല്ലുമ്പോ വീട്ടിൽ ആരുമില്ല, അത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര കഴിഞ്ഞിട്ട് ഒരുമിച്ചാ തിരിച്ചു വരുന്നത്. വീട്ടുകാരോടൊന്ന് പറയാൻ, സലാം പറയാനുള്ളവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, വീട്ടിൽ ആരുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലും നീ സലാം മുടക്കണ്ട, സലാം മുടക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലും സലാം പറയണം. ആരോട് സലാം പറയണം? ഫസല്ലിം അലയ്യ, നിന്റെ വീട്ടിൽ ആരുമില്ലെങ്കിലും എന്നോട് നീ സലാം പറയണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേച്ചേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മംബഉൽ ഹുദയിൽ വെച്ചുകൊണ്ടൊരു ക്ലാസ് എടുത്തപ്പോ ഒരു വലിയ കച്ചവടക്കാരൻ അദ്ദേഹത്തോട് ഈ ഹദീസ് പറഞ്ഞ് അന്ന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും അന്ന് മുതൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് ചങ്ങരംകുളത്ത് ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ അടുത്ത് വെച്ച് ഞാൻ കണ്ടപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ, ഉസ്താദ് അന്ന് ആ ക്ലാസ് എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാനത് പാരായണം ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട്, മക്കളോട് സലാം ചെല്ലിപ്പിക്കാറുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ വിഷമങ്ങളൊക്കെ തീർന്നു, വലിയ റാഹത്താണ് ഉസ്താദ് എന്ന് എന്നോട് അനുഭവം പങ്കുവെക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു എന്താണെങ്കിൽ, കടങ്ങൾ മാറി കിട്ടണമെന്നുള്ള ലക്ഷ്യമല്ല നമ്മുടെ മനസ്സിൽ വേണ്ടത്. സലാം പറയുമ്പോ പടച്ചോന്റെ സലാം പറയാൻ വേണ്ടി, എന്റെ കടം വീണാൻ വേണ്ടി, മക്കളെ അസ്സലാമു അലൈക്കും, അങ്ങനല്ല. അതൊരു സുന്നത്തായ ഒരു ചര്യ നാം ഇങ്ങനെ പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു തആല അതിലൂടെ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ഇരിക്കട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കറിയാവുന്ന കാര്യം തന്നെ, സലാം പറയണമെന്നൊരു എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് വാള് പറയണതോ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്, ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ സലാം പറയണം.
വീട്ടിലേക്ക് കയറി വരുമ്പോ സലാം പറയണം. ആരുമില്ലെങ്കിലോ ഫസല്ലിം അലയ്യ, എന്റെ മേൽ സലാം പറയണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ റസൂലുള്ളാഹി തങ്ങൾ പറയാ എന്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ പേരിൽ സലാം പറയാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതനെ പറഞ്ഞത് കാണാം, ഫഇന്ന റൂഹഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ദുറു ഫീ ബുയൂത്തിൽ മുസ്ലിമീൻ. നബി തങ്ങളും വിശ്വാസികളുടെ വീട്ടിലേക്ക് വരും. റസൂൽ തങ്ങൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ആ സ്വഹാബിയോട് റസൂൽ നിർദ്ദേശിച്ചതാണ്. എന്നിട്ടോ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, അങ്ങനെ വീട്ടിൽ കയറിയതിനു ശേഷം ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ട, സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ട സഹാബി റസൂലുള്ളാഹി തങ്ങളുടെ ഒരു മാർഗം പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞപ്പോ റസൂൽ പറയാം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമെങ്കിൽ പറയാം. വീട്ടിൽ കയറി ചെന്ന് വീട്ടുകാരോട് സലാം പറയാം. അങ്ങനെ സലാം പറഞ്ഞ് അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു പ്രാവശ്യം നീ പാരായണം ചെയ്താൽ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅല അർ-റജുലു, റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ആ സ്വഹാബി ജീവിതത്തിൽ പകർത്തി. അദ്ദേഹം അത് പതിവാക്കി. എല്ലാ ദിവസവും വീട്ടിൽ കയറിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം പാരായണം ചെയ്യും. ഇത് പതിവാക്കിയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി. അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്ത്, സമ്പത്ത് അല്ലാഹു കൊടുത്തു. ഹത്താ അഫാള അലാ ജീറാനിഹി, ഇതുവരെ അയാളുടെ ദാരിദ്ര്യം മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ വരെ പര്യാപ്തമായ രൂപത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തു. ഈ സ്വഹാബി അനുഭവം പറയാണ്, അനുഭവം പങ്കുവെക്കുകയാണ്. അങ്ങനെ എനിക്ക് അല്ലാഹു തആല നിഅമത്ത് നൽകി. ഇൻഷാ അല്ലാഹ് ഇത് ക്ലാസ് കഴിഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മമാരും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ സലാം പറഞ്ഞ് വീട്ടിൽ കയറുക, അത് പതിവാക്കുക. അങ്ങനെ വീട്ടിൽ കയറിയതിനു ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. എങ്കിൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകില്ല. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വീട്ടിലേക്ക് പ്രവേശിച്ച സമയത്ത് ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ നഫസൽ ഫഖ്റു അൻ അഹ്ലി ദാലിക്കൽ മൻസിൽ വഅനിൽ ജീറാൻ, ആ വീട്ടുകാരന്റെയും ആ വീട്ടുകാരന്റെ സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരുടെയും ദാരിദ്ര്യം വരെ ഇത് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അല്ലാഹു തആല മാറ്റിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ ബൂരിക അലൈഹി, ആ വീട്ടുകാരന് അദ്ദേഹത്തിന് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. വമൻ ഖറഅഹാ മറത്തൈൻ, രണ്ട് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലോ ബൂരിക അലൈഹി വഅലാ അഹ്ലിഹി, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു ബറക്കത്ത് ചെയ്യും. വമൻ ഖറഅഹാ സലാസ മർറാത്ത്, മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതിയാൽ ബൂരിക അലൈഹി വഅലാ ജമീഇ ജീറാനിഹി, അദ്ദേഹത്തിനും അദ്ദേഹം
ത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന തന്റെ അയൽവാസികൾക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. വമൻ ഖറഅഹാ 12 മർറാത്ത് 12 പ്രാവശ്യം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലോ ഫലല്ലാഹു ലഹു 12 ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല 12 മണിമാളികകൾ, 12 മണിമന്ദിരങ്ങൾ അല്ലാഹു തആല സൂറത്തുൽ ഇഖ്ലാസ് 12 പ്രാവശ്യം തുടർച്ചയായി പാരായണം ചെയ്ത് പതിവാക്കിയവൻ അല്ലാഹു നൽകുന്നതാണ്. വതഖൂലുൽ ഹഫള ഇൻതലിഖൂ ബിനാ നൻദുറു ഇലാ ഖുസൂരി യഖീനാ. ഹഫളത്തിന്റെ മലായിക്കത്തുകൾ വിളിച്ചു പറയുകയാണ്, മറ്റുള്ള മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളോട് കൂടെ വരൂ. നൻദുറു ഇലാ ഖുസൂരി അഖീനാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പണിതു വച്ചിരിക്കുന്ന മന്ദിരങ്ങൾ, സ്വർഗീയമായിട്ടുള്ള വലിയ വലിയ കൊട്ടാരങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളോട് കൂടെ വരുവീനെന്ന് മലക്കുകൾ വരെ വിളിച്ചു പറയുന്നൊരവസ്ഥ. സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്യുന്നവന് അല്ലാഹു തആല മണിമാളികകൾ സജ്ജീകരിച്ച് ഇപ്പോൾ തന്നെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി മലക്കുകൾ പോകുന്നു. അത് കാണാൻ വേണ്ടി മലക്കുകൾ പോകുന്നു. താജ്മഹൽ കാണാൻ വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം പോയില്ലേ? നമ്മൾ വലിയ കൗതുകത്തോടെ വരും, താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ വലിയ ബിൽഡിങ്ങുകളും അത്ഭുതങ്ങളും കാണാൻ വേണ്ടി പോകുന്നത് പോലെ മലക്കുകൾ പറയാം, നിങ്ങൾ വരുന്നുണ്ടോ, നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ സഹോദരന്റെ വീട് കാണാൻ വേണ്ടി പോവാ, സ്വർഗത്തില് അദ്ദേഹത്തിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി പോവാ. ആരുടെ? ഖുൽ ഹുവല്ലാഹു അഹദ് പതിവാക്കിയവൻ അല്ലാഹു സ്വർഗത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മണിമന്ദിരങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വരുന്നുണ്ടോ? മലക്കുകൾ മറ്റുള്ള മലക്കുകളോട് ചോദിക്കുമെന്ന് സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ടത് എത്ര ഓതാൻ പറ്റുമോ അത്രയും ഓതുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കടമില്ലെങ്കിലും പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും കടം മാറൽ വീടിൽ മാത്രമല്ല, നേരെ പറയപ്പെട്ട സ്വർഗത്തിൽ അല്ലാഹു തആല വീട് വെച്ചു കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, മൻ ഖറഅ കുല്ല യൗമിൻ 200 മർറ, 200 തവണ ഒരാൾ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു തആല അവന്റെ 50 വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ അൻ യകൂന അലൈഹി ദൈൻ. അവിടെ അല്ലാഹു തആല ഡിമാൻഡ് പറഞ്ഞു, റസൂൽ ഡിമാൻഡ് പറഞ്ഞു, കടം ഉണ്ടാകാൻ പാടില്ല. ബാധ്യതയും കടവുമുള്ള വ്യക്തിക്ക് അല്ലാഹു തആല ദോഷങ്ങൾ മായ്ച്ചു കൊടുക്കില്ല. ബാധ്യതകളെല്ലാം തീർത്തുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അല്ലാഹു തആല കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനിടക്ക് ഒരു ബക്കറ്റ് നമ്മുടെ സമീപത്തേക്ക് വരും. നേരത്തെ അസേരി ഉസ്താദ് വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഞാൻ പലപ്പോഴും ഉണർത്തിയിട്ടുമുണ്ട്. ആളുകളെല്ലാം കുറഞ്ഞ ആളുകളാണ് പങ്കെടുക്കാറുള്ളതെങ്കിലും ഇന്നേ വരെ കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ലാതെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായമാണ് അതിന്റെ പിന്നിലുള്ളത്. നിങ്ങൾ എല്ലാവരെയും ഇനിയും സഹായിക്കണം. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ മഹത്തായ സദസ്സിലേക്ക് സംഭാവന ചെയ്യുന്നവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇത് 200 പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്താൽ 50 വർഷത്തെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ആർക്കാണ്? ഇല്ലാ യകൂന അലൈഹി ദൈൻ, കടമുള്ളവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടമുള്ളവരെന്ന് പറഞ്ഞാൽ, അപ്പൊ എനിക്ക് കടമുണ്ട് അതുകൊണ്ട് ഞാൻ ഓതിയിട്ട് കാര്യമില്ല എന്നല്ല. അപ്പൊ കടമുള്ളവന് ഓതിയാലും കടം വീടുന്നുള്ള ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞു. അതോടുകൂടെ തന്നെ ഇത് പരാമർശിക്കുന്നത് എന്താണെങ്കിൽ, അവധിയെത്തിയ കടം തിരിച്ചു കൊടുക്കാതെ, അവരുടെ പൊരുത്തപ്പെടിപ്പിക്കാതെ ആ ഹക്ക് വീട്ടാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരാണ്. എല്ലാത്തവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ കടം എന്ന് പറയുന്നത് അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിൻ തോബ സ്വീകരിക്കണമെങ്കിൽ വരെ കടം വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബി വഫാത്തായി, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ
റസൂൽ ഫഹല്ലഹു മിൻ ദൈൻ, കടമുണ്ടോ ആ വ്യക്തിക്ക്? റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ചോദിച്ചു, കടമുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന് കടമുണ്ട് നബിയെ. ഫലം യുസല്ലി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. അപ്പൊ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് എത്ര കടമുണ്ടെങ്കിലും ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ കൊടുക്കാം. ഫസല്ല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ നബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ മരിച്ചാൽ വരെ അദ്ദേഹത്തിന്റെ പേര് മയ്യത്ത് നിസ്കരിച്ചാൽ ആ മയ്യത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വരെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ കടമുണ്ടെങ്കിൽ അള്ളാഹു പൊറുക്കില്ല. അള്ളാഹു തആല കടങ്ങൾ നമ്മൾ സലാമത്താക്കുമാറാവട്ടെ. കടക്കാരായി ബാധ്യതക്കാരായി മരിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിർബന്ധ സാഹചര്യങ്ങളിൽ കടങ്ങൾ വാങ്ങിപ്പോയവരുണ്ട്. അള്ളാഹു തആല അവന്റെ മഹല്ല് ഫദ്ല് കൊണ്ട് ആ കടങ്ങൾ വീടാനുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. റസൂലത്തങ്ങൾ ഇടക്ക് വെച്ചുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫളായിലുകൾ പറയാനുണ്ട്. മസ്ജിദ് ഖുബയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. മസ്ജിദ് ഖുബ എന്ന് പറഞ്ഞ മദീനത്തെ ആദ്യത്തെ പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്ന് ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ. അള്ളാഹു അത് പോയി കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആ മസ്ജിദ് ഖുബയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. ആ ഇമാമ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തെ ഓതുള്ളൂ. ദുഹറിനും അസറിനും മഗ്രിബിനും ഇശാനും സുബഹിക്കും എല്ലാ വഖത്തിലും ഇദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തെ ഓതും, മറ്റൊരു സൂറത്ത് ഓതില്ല. ഇങ്ങനെയായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെയുള്ള സഹാബികൾ പോയിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രമേ ഓതുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് അറിയാം, ഇദ്ദേഹത്തിന് ഖുർആനൊക്കെ അറിയുന്ന ഇമാം തന്നെയാണ്, നല്ല കാരിയാണ്, നല്ല ഹാഫിളാണ്, എല്ലാ സൂറത്തും കാണാതെ അറിയാം. കാണാതെ ഒരുപാട് സൂറത്ത് അറിയുന്നൊരു സഹാബിയായ ഇമാമാണ്. പക്ഷേ അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമേ ഓതാറുള്ളൂ. ഇങ്ങനെയുള്ളൊരു പരാതി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമിനെ വിളിപ്പിച്ചു. അല്ല, ആ നാട്ടുകാർക്ക് നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ടല്ലോ, എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്ക് മറ്റുള്ള സൂറത്തുകൾ ഓതാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് വലിയ ഇഷ്ടമാണ് നബിയേ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അതിന്റെ പോരിശയും അതിന്റെ മഹത്വവും അതിന്റെ ഫദ്ലും അങ്ങ് തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് കേട്ട് 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 എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് വലിയ അടുപ്പം. സൂറത്തുൽ ഇഖ്ലാസിനെ അത് ഓതാതിരിക്കാൻ ഞാൻ കൊണ്ട് പറ്റുന്നില്ല. ഈ സഹാബികൾ അങ്ങനെ പരാതി പറയുമ്പോഴും എനിക്ക് വേറെ സൂറത്തുകൾ ഓതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ വായിൽ അതേ വരൂ. ഖുൽ ഹുവല്ലാഹു സൂറത്ത് എനിക്ക് ഓതാൻ പറ്റുന്നുള്ളൂ. അത് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള എന്റെ സ്നേഹമാണ്, അടുപ്പമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ, ആ ഇമാം ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ, ഇന്ന ഹുബ്ബഹാ അദ്ഖലക്കല്ലാഹുൽ ജന്ന, മോനെ, നീ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ച് എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ നീ പതിവാക്കിയത് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്നേഹമാണ്, ഹുബ്ബാണ്, അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് ആ സൂറത്തുൽ ഇഖ്ലാസ് നീ പതിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു താങ്കളെ സ്വർഗത്തിൽ കടത്തട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചിട്ടല്ലേ എല്ലാ റക്അത്തിലും അത് ഓതിയത്. ഇതിനർത്ഥം ഈ ശൈലി സ്വീകരിക്കണം എന്നുള്ളതല്ല. മഹാന്മാര് പഠിപ്പിച്ച ചില സൂറത്തുകൾ ചില ദിവസങ്ങളിൽ ചില വക്തുകളിൽ ഇന്ന സൂറത്ത് ഓതാൻ പഠിപ്പിച്ചാൽ അതന്നെ നല്ലത്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ സൂറത്തിനോടുള്ള എന്താ പറയാ, അതിനുമായിട്ടുള്ള ബന്ധം, സ്നേഹം, അതാണത് പ്രകടമാക്കിയത്. പക്ഷെ റസൂലുള്ളാഹിനെ വിമർശിച്ചൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ അതിന് അനുമതി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചിട്ടില്ലേ, എങ്കിലും നീ അത് ചെയ്തോ, അതിന് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പറയുകയും ആ സഹാബിക്ക് സ്വർഗം വാഗ്ദാനം നൽകുകയും ചെയ്തു. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള മഹത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണേ നബിയെ,
ഇതിന്റെ സബബുൻ നുസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിച്ചവർ, എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മഅബൂദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാധ്യനാകുന്ന അള്ളാഹു ആകുന്ന സാധനം എന്താണ്? അമ്മിൻ ദഹബിൻ അമ്മിൻ ഫില്ലാ, അത് സ്വർണമാണോ വെള്ളിയാണോ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണേ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ്, ഏകനായ അല്ലാഹു. ഇത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് 600 ചില്ലാനം ബിംബങ്ങള് കഅബാലയത്തിലുണ്ട്. 600 ചില്ലാനം ബിംബങ്ങൾ കഅബാലയത്തിലുണ്ട്. ആ കഅബാലയത്തിന്റെ ഉള്ളിൽ ആ ബിംബങ്ങളോട് ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചോദിച്ചിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്നിട്ടാണോ മുഹമ്മദേ ഒറ്റ ദൈവം, ഒറ്റ അല്ലാഹു, അല്ലാഹു അഹദ്, അല്ലാഹു തആല ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു തആല സമദാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോയി വെച്ച ദൈവങ്ങളാ, അല്ലേ? നിങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ദൈവങ്ങളാണ്. പക്ഷെ അല്ലാഹു തആല സമദാണ്. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാഹു തആല സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നസാറാക്കളോടും മജൂസികളോടും സർവ അവിശ്വാസികളായ ആളുകളോടും അമുസ്ലിമീങ്ങളായ ആളുകളോടും മുശ്രിക്കുകളോടുമെല്ലാം മൊത്തത്തിൽ എല്ലാവരുടെയും സംശയങ്ങൾ തീരുന്ന വ്യക്തമായ മറുപടിയാണ്. ഇതിൽ ആദ്യം പറഞ്ഞത് അല്ലാഹു. അല്ലാഹു എന്ന് പറയുമ്പോൾ, അല്ലാഹു അഹദാണ് എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ പരിഭാഷയിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് ട്രാൻസ്ലേഷൻ പറയുന്നത്, അതിന്റെ അർത്ഥം പറയുന്നത് ദൈവം എന്ന് പറയാറുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, അൽ ഇലാഹ് എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹു, അഥവാ യഥാർത്ഥ ആരാധ്യൻ. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ ആ വസ്തു അദ്ദേഹത്തിന്റെ ദൈവമാണ്. ഉദാഹരണത്തിന് പലതിനെയും ആരാധിക്കുന്നുണ്ടല്ലോ. പശുവിനെ ആരാധിക്കുന്നുണ്ട്. നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ കട്ടൻ ചായ കുടിക്കുക, അല്ലെ? എന്നാൽ ചില ആളുകൾ പശുവിന്റെ എപ്പോഴാണ് മൂത്രമൊഴിക്കുന്നത് പോയി നോക്കി നിൽക്കും. എന്നിട്ട് കൈ പിടിച്ചിട്ട് ഗ്ലാസ് എടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് പശുവിന്റെ മൂത്രം കുടിക്കുന്നവർ, പശുവിനെ ആരാധിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പാമ്പിനെ ആരാധിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. തീയിനെ ആരാധിക്കുന്നവരുണ്ട്. ഒരു വസ്തുവിനെ അപ്പൊ ഒരു പശുവിനെ ആരാധിക്കുമ്പോൾ ആ പശു ദൈവമാണ്, അവരുടെ ദൈവമാണ്. ഏതൊരാൾ ഒരു വസ്തുവിനെ ആരാധിക്കുന്നുണ്ടോ അത് അവരുടെ ദൈവമാണ്. പക്ഷെ അല്ലാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അൽ ഇലാഹ് അൽ മഅബൂദു ബിഹഖ്, യഥാർത്ഥ ആരാധ്യൻ, അതാണ് അല്ലാഹു എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം. അല്ലാഹു ജലാലിയത്തിന്റെ ഇസ്മാണ്. അള്ളാഹുവിന്റെ ഇസ്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥാനമുള്ള ഒരു പേരാണ് അല്ലാഹു എന്നുള്ള പേര്, അൽ മഅബൂദു ബിഹഖ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു എന്നുള്ളതിന് ദൈവം എന്ന് അർത്ഥം കൊടുത്താൽ, ആശയം പറഞ്ഞാൽ ആ അർത്ഥം തെറ്റാണ്. കാരണം ദൈവമാകുമ്പോ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ ദൈവമെന്ന് പറയാം. പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധ്യനാണ്. അള്ളാഹു യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്നുള്ളതിനർത്ഥം. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അഹദ്, അള്ളാഹു തആല ഏകനാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സിട്ടാവുണ്ടെന്നും ആ സിട്ടാവ് ഏകനായ അള്ളാഹുവാണെന്നും ഇപ്പോഴും പ്രാപഞ്ചിക രഹസ്യങ്ങളെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിന്റെ തുടക്കത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ വളരെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ഒരു സ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി ഇപ്പോഴും സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ രൂപീകരണം ഉണ്ടായത് എന്നുള്ള ആ ഒരു സത്യം ശാസ്ത്രം അംഗീകരിക്കുമ്പോഴും അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ചില സംഗതികളുണ്ട്. എന്താണത്? എങ്ങനെയാണ് ആ സ്ഫോടനം ഉണ്ടായത്? എങ്ങനെയാണ് ആ പൊട്ടിത്തെറി ഉണ്ടായത്? എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന്റെ കാരണമാകുന്ന നെബലയിലുണ്ടായ പൊട്ടിത്തെറി ഉണ്ടായതിന്റെ കാരണം എന്താണ്?
ഇന്നും ശാസ്ത്രം അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ അതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വല്ലർളു കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ കാണുന്നില്ലയോ, കണ്ടില്ലയോ, അന്നസ്സമാവാതി വല്ലർളു, നിശ്ചയമായും ആകാശഭൂമികൾ, ഈ പ്രപഞ്ചം, കാനതാ റത്ഖൻ, അതൊരു പിണ്ഡമായിരുന്നു, ഫഫതഖ്നാഹുമാ, നാമാണ് അതിനെ പിളർത്തിയത്. അവരുടെ ചോദ്യത്തിന്റെ മറുപടിയാണ്, ശാസ്ത്രത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. ആരാണ് സ്ഫോടനം നടത്തിയത്? എന്താ സ്ഫോടനം ഉണ്ടാക്കാൻ കാരണം? അല്ലാഹു പറയാണ്, ഞാനാണ് നടത്തിയത്. സ്ഫോടന സിദ്ധാന്തത്തെ കുറിച്ച്, ബിഗ് ബാങ് തിയറിയെ സംബന്ധിച്ച് ഒരു പഠനങ്ങളും ഒരു പ്രമേയങ്ങളും അത് സംബന്ധിച്ചുള്ളൊരു ഗവേഷണങ്ങളും നടക്കാത്ത 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുന്നൂർ എന്ന് പറയുന്ന മക്കയിലെ വലിയ പർവ്വതത്തിന്റെ മുകളിലെ ഹിറാ മലയിൽ നിന്നിറങ്ങി, ഹിറാ ഗുഹയിൽ നിന്നിറങ്ങി വന്നിട്ടാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ കുറിച്ച് ഇവിടെയുള്ള ആളുകളോട് വിളിച്ചു പറയുന്നത്. അന്ന സമാവാതി വല്ലർളു കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഈ സത്യം ലോകത്തോട് വളരെ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ സംഗതിയാണ്. അപ്പോ ഒന്നുമല്ലാതിരുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു, ആ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ഇന്ന് എല്ലാ ശാസ്ത്രവും എല്ലാ ബുദ്ധിജീവികളും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹം തന്റെ പരീക്ഷണശാലയിൽ, അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ ചന്ദ്രനെയും അതേപോലെ തന്നെ സൂര്യനും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കുട്ടികൾക്കറിയാം, കോഴിക്കോട് പോയാൽ പ്ലാനറ്റോറിയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആകാശഗോളങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഒരു സ്ക്രീൻ ചെയ്തുകൊണ്ട് ശരിക്കും ഒരു ഒറിജിനലായി തോന്നുന്ന രൂപത്തിൽ പരിശുദ്ധമായ മക്കയിൽ, മദീനയിൽ ചെന്നാൽ അവിടെയും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ ഇസ്മുകളും പഠിപ്പിക്കാൻ വേണ്ടി ഒരു എക്സിബിഷൻ ഉണ്ട് അവിടെ. അള്ളാഹു പോയി കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മദീന മുനവ്വറ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയും ഉണ്ട് ഒരു പ്ലാനറ്റോറിയം. അവിടെയും സൂര്യനെയും ചന്ദ്രനെ കണ്ടക്കി വെച്ച് അതിനെക്കുറിച്ച് അവിടെയുള്ള മുത്തോമാര്, അതുമായി ബന്ധപ്പെട്ട് പരിജ്ഞാനമുള്ള ഉസ്താദുമാര് വരുന്ന സിയാറത്തിൽ വരുന്ന ആളുകൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും ഖുർആന്റെ ആയത്തുകൾ വെച്ച്. അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഐസക് ന്യൂട്ടൻ തന്റെ റൂമിൽ സൂര്യന്റെയും അതേപോലെ തന്നെ ചന്ദ്രന്റെയും അതേപോലെ ഭൂമിയുടെയും എല്ലാം ചിത്രങ്ങളും പടങ്ങളും എല്ലാം ഉണ്ടാക്കി അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ ആ റൂമിലേക്ക് തന്നെ സന്ദർശിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് കയറി വരികയാണ്. ന്യൂട്ടന്റെ ചരിത്രത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ കടന്നു വന്നപ്പോ ഇദ്ദേഹം ഒരു എന്താ പറയാ യുക്തിവാദിയാണ്. ദൈവമില്ല എന്ന് വാദിക്കുന്ന, മതങ്ങളിലൊന്നും വിശ്വസിക്കാത്തൊരു യുക്തിവാദിയാണ്. അദ്ദേഹം അതിന് ചോദിച്ചു, അല്ല ഐസക്, ഇതൊക്കെ താങ്കൾ തന്നെ ഉണ്ടാക്കിയതാണോ? താങ്കൾ തന്നെ ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ ചെലവ് വന്ന് കാണല്ലോ. ഇത് ഞാനൊന്നും ഉണ്ടാക്കിയതല്ല. പിന്നെ ആരുണ്ടാക്കിയതാ? എന്തെന്നാണ്, ഒരു ദിവസം ഞാൻ റൂം തുറന്നു നോക്കുമ്പോ ഇതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ലാബിലേക്ക് കടന്നു വന്നപ്പോ ഈ സൂര്യൻ ചന്ദ്രനൊക്കെ ഇവിടെ നിൽക്കുന്നു. അത് നുണ പറയാണ്. ഇതൊരാളുണ്ടാക്കാതെ ഇങ്ങനെ റൂമിലേക്ക് വരിക? അപ്പൊ നീ ഇല്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും വന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാകും, വേറെ ആരെങ്കിലും വന്ന് നിർമ്മിച്ചതാവാം. ഐസക് ന്യൂട്ടന്റെ മറുപടി, സഹോദരാ, ഇത് ഡ്യൂപ്ലിയാണ്, ഇത് ഒറിജിനൽ അല്ല. ഇത് യഥാർത്ഥ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും ചിത്രങ്ങളും അതിന്റെ പടങ്ങളും ബിംബങ്ങളുമാണെങ്കിൽ ഇത് ഉണ്ടാക്കാനും ഇതിന്റെ പിന്നിൽ ശക്തി വേണമെന്ന് നീ വാദിക്കുന്നുവെങ്കിൽ മോനെ, ഈ പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിച്ചേ മതിയാകൂ. സർ ഐസക് ന്യൂട്ടന്റെ മറുപടിയാണ്. ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ വലിയ വലിയ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരെല്ലാവരും എത്തിച്ചേർന്നൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഈ പ്രപഞ്ചം എങ്ങനെയോ ഉണ്ടായതല്ല. ഇതിന്റെ ബാക്കിൽ ആരൊക്കെയുണ്ട്? ഇതിന്റെ ബാക്കിൽ ഒരു അള്ളാഹു ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന ചരിത്രത്തിലേക്ക്, എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ആധുനിക ശാസ്ത്രം, ആധുനിക ശാസ്ത്രം പറയണത് ഈ പ്രപഞ്ചത്തിൽ പൊട്ടിത്തെരുണ്ടായിട്ടുണ്ട്.
സ്ഫോടനം ആ സ്ഫോടനം നടത്തിയത്, ബിഗ് ബാഗ് തിയറിയെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായി ചോദിക്കുമ്പോൾ ആ സ്ഫോടനം നടത്തിയത് നമ്മളാണ്. അപ്പൊ ഏകനായ അള്ളാഹു, ആ അള്ളാഹുവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, ആ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, ആ അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, ആ അള്ളാഹുവാണ് വെള്ളം തരുന്നത്. അങ്ങനെ സൃഷ്ടാവാകുന്ന അള്ളാഹു നബിയെ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ നബിയേ. ഹുവല്ലാഹു അഹദ്. അള്ളാഹു തആല ഏകനാണ്, ഏകനായ അള്ളാഹു. ഏകത്വത്തെ കുറിച്ച് പറയുമ്പോ വിശാലമായി സമർത്ഥിക്കേണ്ടതാണ്, പക്ഷെ സമയക്കുറവുണ്ട്. ഇവിടെയുള്ള ഹൈന്ദവ പുരാണങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, ക്രിസ്തീയ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്ന ബൈബിള് പരിശോധിച്ചാലും, അവരുടെ മറ്റുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും എത്തിച്ചിരുന്ന ഒരവസ്ഥയാണ് ഏകനായ സൃഷ്ടാവ് എന്നുള്ളത്. ഈ മതങ്ങളെ കുറിച്ച് പറയുമ്പോ പരസ്പരം ഒരു ബന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഉദാഹരണത്തിന് ഓം ഓം, ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഒരു മന്ത്രാണത് ഓം എന്ന് പറയുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഹിന്ദുവാൻ, ഏകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏകനായ ഒരു സൃഷ്ടാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. ഇനി അവരുടെ അഥർവം പോലെയുള്ള അവരുടെ പുരാണങ്ങളിലേക്കും അവരുടെ മതഗ്രന്ഥങ്ങളിലേക്കും എടുത്തു പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ ഏകത്വത്തെ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവരെങ്ങനെ വിഗ്രഹങ്ങളിലേക്കും പ്രതിഷ്ഠയിലേക്കൊക്കെ മാറി എന്നുള്ള വിഷയം വേറെ. ഞാന് സേവനം ചെയ്യുന്നത് അത്താണി മെഡിക്കൽ കോളേജിനടുത്ത് SYSന്റെ സാന്ത്വന മഹൽ എന്ന് പറയുന്ന ഒരു പള്ളിയും ചെറിയൊരു ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെറിയ ഖാദിമാണ്. അപ്പൊ അവിടെ കഴിഞ്ഞ റമദാനിൽ ഒരു ഇഫ്താർ സംഘടിപ്പിച്ചു, നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുതുറ സംഘടിപ്പിക്കാൻ അങ്ങനെ നോമ്പുതുറ സംഘടിപ്പിച്ച കൂട്ടത്തിൽ അവിടെയുള്ള പരിസരത്തൊക്കെ മുസ്ലിങ്ങളായ ആളുകളാണ്. അപ്പൊ മറ്റുള്ള മതസമൂഹത്തിൽപ്പെട്ട ആളുകളെയും ഒരു ദിവസം ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി സൗഹാർദ്ദ സംഗമം എല്ലാ ദിവസവും 100 ചില്ലാനും അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും MBBS വിദ്യാർത്ഥികളെല്ലാം വരാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഈ പരിസരത്തുള്ള അവിശ്വാസികളായ ആളുകളെയും, കാരണം എല്ലാ ദിവസവും ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ പരിസരത്തുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം വേണ്ടെന്ന് വെച്ചാൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം അവർക്കൊരു സൽക്കാരം സംഘടിപ്പിച്ചു. അപ്പൊ പരിസരത്തുള്ള പള്ളിയിലെ അച്ഛനെയും, ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛനെയും, അതേപോലെ പരിസരത്തുള്ള ഒരു സ്വാമിജിയും എല്ലാം അതിലേക്ക് ക്ഷണിച്ചു. അപ്പുറത്തൊരു മഠമുണ്ട്, ഒരു ആരാധനാലയമുണ്ട്. അവിടെ ചെന്നിട്ടൊരു സ്വാമിനെ വിളിച്ചു. സ്വാമിനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതിന്റെ മറ്റൊരു പ്രവർത്തനം കൂടി ചെന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോ സാധാരണ ക്ഷേത്രമെന്ന് പറയുമ്പോൾ മറ്റുള്ള അമ്പലത്തിനുള്ളിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, എല്ലാ അമ്പലങ്ങളുടെയും ഉള്ളിൽ പ്രതിഷ്ഠകൾ ഉണ്ടാകും. ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലാണ് അവരവരുടെ ആരാധനകൾ സമർപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ചെന്നപ്പോ നമ്മുടെ പള്ളി ചെന്ന പോലെ തന്നെ ഒന്നുമില്ല, ഒരു ഹാള് മാത്രം, ഒരു ഹാള്. ആ ഹാളിന്റെ അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് പ്രതിഷ്ഠയില്ലേ, നിങ്ങൾക്ക് വിഗ്രഹങ്ങളില്ലേ, നിങ്ങൾക്ക് ആരാധിക്കാനും മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാനും നിങ്ങൾക്കൊരു ആരാധ്യ വസ്തു ഉണ്ടാവുമല്ലോ. ഉസ്താദ് ശരിക്കും മനസ്സിലാക്കണം, ഹൈന്ദവ പുരാണം എന്ന് പറഞ്ഞാൽ, ഹൈന്ദവ മതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതിഷ്ഠയെ അംഗീകരിക്കുന്ന മതമല്ല. അത് എവിടെ നിന്നൊക്കെ കയറി വന്നതാണ്. ഇയാൾ വാചാലമാകാൻ തുടങ്ങി. ഇദ്ദേഹം ഓതി ഖുൽ ഹുവല്ലാഹു അഹദ്, ഇദ്ദേഹം ഓതി ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹുവിലാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒരു പ്രതിഷ്ഠ വെച്ചുകൊണ്ട് ആരാധന അർപ്പിക്കുന്നില്ല, എന്നെ പോലെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ കൂട്ടമായി ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എവിടെ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കാം. ഒരു പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഹൈന്ദവ ദർശനമല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ള ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കുന്നില്ലയോ? ഇല്ലല്ലോ. തന്നെയുമല്ല, ഇവിടെയുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് ആ പരിസരത്തുള്ള ഹിന്ദുക്കൾ മുഴുവനും ഏതെങ്കിലും പ്രതിഷ്ഠയെ വെച്ചുകൊണ്ട് ആരാധിക്കുന്നവരാണ്. ഈ പ്രസ്ഥാനവുമായി ഇങ്ങനെ ആശയവുമായി നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോ നിങ്ങൾക്ക് ഭീഷണികൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ മതത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അദ്ദേഹം ഓതിയതാണ്. നമ്മൾ അള്ളാഹു സൃഷ്ടാവായ ദൈവം നമ്മെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദൗത്യം മറ്റുള്ളവരേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അവരുടെ പ്രതികരണം എന്താകുന്നു നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല എതിർപ്പുണ്ട്.
ഞങ്ങൾക്ക് നല്ല എതിർപ്പുണ്ട്, പക്ഷെ ഒരു ഭാവിയിൽ അവർ ഏതെങ്കിലും ഒരു കുട്ടി നന്നായാലോ എന്ന ഒരു ദഅവ മനസ്സാണ് അവർക്കുള്ളത്. ഞാൻ പറഞ്ഞു വന്നെന്താണെങ്കിൽ, ഹൈന്ദവ സുഹൃത്തുക്കൾക്കിടയിലും വലിയൊരു വിഭാഗം ദൈവമെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കേണ്ടവനല്ല, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടിയിരുത്തേണ്ടവനല്ല എന്ന് വിശ്വസിക്കുന്ന ആദർശത്തിലേക്ക്, ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുടെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് എത്തിച്ചേർന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെങ്കിൽ, ഇവിടെയുള്ള ഓരോ മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ ഇപ്പോ ശിവന്റെയും പാർവതിയുടെയും കഥ പറയുന്നുണ്ട്. ശിവന്റെയും പാർവതിയുടെയും കഥ, അതിന് ചരിത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആദം നബിയുടെയും ഹവ്വാ ബിയുടെയും കഥ കേൾക്കുമ്പോഴും പരസ്പരം ഒരു ബന്ധം അതിലൂടെ കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ നോഹ എന്ന് പറഞ്ഞ് ബൈബിളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മനു എന്ന് പറയുന്ന ഒരു മഹർഷിയെ കുറിച്ചും ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിച്ചത് കാണാം. മനുവിനെ കുറിച്ച് പറയുമ്പോഴും ഒരു വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് മനുവിന്റെ ചരിത്രം പോകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തനി ചരിത്രമാണ് ബൈബിളിൽ പറയുന്നത് നോഹ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇങ്ങനെ ഓരോന്ന് ഇബ്രാഹിം, അബ്രഹാം, ബ്രാഹ്മണന്മാർ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും പറ്റും. ഇതിനർത്ഥം എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ യഥാർത്ഥമായ ഇസ്ലാമാകുന്ന ഈ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ തെറ്റായ സമീപനങ്ങളിലൂടെ ആരെങ്കിലും ഏതെങ്കിലും ആശയത്തിലൂടെ അവർ കൊണ്ടുപോയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും യഥാർത്ഥമായ ഏകനാകുന്ന അള്ളാഹു, ആ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും ആ അള്ളാഹുവാണ് സിട്ടാവ് എന്നുള്ള വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഹൈന്ദവ പുരാണങ്ങളിലും ക്രിസ്തീയ പുരാണങ്ങളിലും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ബൈബിളിന്റെ ഓരോ ഉദ്ധരണികളൊക്കെ എനിക്ക് വായിക്കണമെന്നുണ്ട്, ഞാൻ രേഖപ്പെടുത്തി വെച്ചു, പക്ഷെ സമയക്കുറവ് മൂലം ഞാനത് വായിക്കുന്നില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അല്ലാഹു തആല സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു, അല്ലാഹു തആലാക്ക് ഒരാളുടെ ആശ്രയം ആവശ്യമില്ല. ഇപ്പോ അല്ലാഹു തആല ഓരോ സംഗതികൾ ചെയ്യാൻ വേണ്ടി മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. മലക്കുകളാണ് റൂഹിനെ പഠിക്കുന്നത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഴ പെയ്യിക്കുന്ന മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഓരോ മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇവരൊരു ദിവസം ലീവ് എടുത്താൽ പടച്ചോ കുടുങ്ങിപ്പോവോ? അങ്ങനെയൊന്നുമില്ല. ഇവരിലൂടെ അല്ലാഹു തആല നടപ്പാക്കാൻ വേണ്ടി ചില സബബുകളായി അല്ലാഹു തആല നിർത്തിയെന്ന് മാത്രം. അല്ലാഹുവിற்கு ഇവന്റെ ആവശ്യമില്ല. ഇത് അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ എന്നൊരു ഓർഡർ മതി, അതുണ്ടായി. ഫയകൂൻ, അതുണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും നിസ്കരിക്കണം. അള്ളാഹുവിന്റെ ദുഹർ ഞാൻ നിസ്കരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കണത്. ഒരു ദിവസം നമ്മൾ നിസ്കരിച്ചില്ല, ലോകത്തുള്ള ഒരാളും നിസ്കരിച്ചില്ല. അള്ളാഹുവിന്റെ കുറവുണ്ടാവോ? നമ്മൾ നിസ്കരിക്കണത് അള്ളാഹു നിലനിൽക്കുന്നതല്ല. അള്ളാഹുവിന്റെ നമ്മൾ നിസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാഹു തആല സമദാണ്. എല്ലാവരും അള്ളാഹുവിലേക്ക് ആകർഷിക്കുന്നു, എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഒരു കാലത്തിന്റെ ആവശ്യമില്ല, ഒരാളുടെ സഹായം അള്ളാഹുവിന് ആവശ്യമില്ല. അദ്ദാഇമുൽ ബാഖി. സമദ് പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഒരു വിശദീകരണം കൊടുത്തത് കാണാം. അദ്ദാഇമുൽ ബാഖി. അദ്ദാഇമുൽ ബാഖി സമദിന്റെ മറ്റൊരർത്ഥം, അഥവാ എല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, അല്ലാഹു അല്ലാത്ത ബാക്കി എല്ലാം നശിക്കും. അദ്ദാഇം അൽ ബാഖി. സമദെന്ന് പറഞ്ഞാൽ എല്ലാവരും നശിച്ചു പോകുമ്പോ എന്നുമെന്നും ശേഷിക്കുന്ന ഒന്നേയുള്ളൂ, അത് അള്ളാഹുവാണ്, അസ്സമദ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മള് മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചുകൊണ്ട് സഹായം തേടണം, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷേഖ് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ. മുഹീദ്ദീൻ ഷേഖ് ഒരു ജീവനെ കൊടുത്തു എന്നൊക്കെ പറയും.
ഇതെല്ലാം ശിർക്കല്ലേ? അതല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന പണിയല്ലേ? ഇതൊക്കെ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ചെയ്തു എന്നല്ലേ ഇവിടെ സുന്നികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. പടച്ചോനെ വിളിച്ചാ പോലെ എന്തിനാ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്? ഖുത്ബിയത്തിലൂടെ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കല്ലേ? അല്ലെ ബദരീങ്ങളെ കാക്കണെന്ന് പറയല്ലേ? ബദരീങ്ങളെ വിളിച്ചപ്പോ ശിർക്കാവില്ലേ? ഇങ്ങനെ ശിർക്ക് പറഞ്ഞു നടക്കുന്ന കുറച്ച് കിറുക്കന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു അവരെ കൊണ്ട് നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ അള്ളാഹു എന്താണ് എന്നവർ മനസ്സിലാക്കാത്തതിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങളും വിശ്വാസങ്ങളുമാണത്. അള്ളാഹു ആരാ? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ആരാ? സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹയ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് നബി തങ്ങളോട് വിഷമങ്ങളും പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷമങ്ങൾ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ വിഷയങ്ങൾ ചോദിച്ച ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് ഹദീസുകളും ഒരുപാട് അനുഭവങ്ങളും പറയാൻ സമയക്കുറവോട് ഞാൻ പറയുന്നില്ല. അപ്പൊ മുഹയ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണ എന്ന് പറയുമ്പോ സഹോദരന്മാരെ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പടച്ചവനായിട്ടാണോ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത്? അല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് സഹായിക്കുന്നത്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. മഴയില്ലാതെ വിഷമിച്ചപ്പോൾ, മഴയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു സഹാബികൾ. എന്നിട്ട് പറയാൻ, നബിയേ കുടിക്കാൻ വെള്ളമില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയെ. ഈ നിലക്ക് പോയാൽ ഞങ്ങളൊക്കെ നശിച്ചു പോകും, കന്നുകാലികളെല്ലാം ചത്തുപോകും. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മമാര്, ചെറിയ ചെറിയ മക്കളെ പരിപാലിക്കുന്ന പോറ്റുന്ന ഉമ്മമാര്, ആ കുട്ടികൾ വളരെ വിഷമിച്ചുകൊണ്ട് വിശന്ന് കരയുമ്പോൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ പാലിന് പകരം രക്തമാണ് നബിയെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വരൾച്ച, വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പരാതി കൊണ്ട് പറയാൻ നബി തങ്ങൾ, മഴയില്ല നബിയെ, പരിഹാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് വെള്ളം ചോദിക്കുന്നു സഹാബികൾ. അഭൗതികമായ സഹായം, കാരണം അള്ളാഹു ചെയ്യേണ്ട പണിയല്ലേ അത്. മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹു ചെയ്യേണ്ട പരിപാടിയാ. പക്ഷെ അള്ളാഹു ചെയ്യുന്ന പരിപാടി ചോദിച്ചാലോടാ മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പൊ നബി തങ്ങൾ പറയാം, ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചോളി എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ ദുആ ചെയ്തു, മഴ വർഷിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. ഒരാഴ്ച നീണ്ടു നിന്നു മഴ. മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞ് ആകണ്ട വിഷമിച്ചു എല്ലാവരും. പിറ്റത്തെ വെള്ളിയാഴ്ച, നബിയെ മതി മഴ, ഇനി മഴ പെയ്യാതെ ഞങ്ങളൊക്കെ ഒലിച്ചു പോവും, അത് കാരണം മഴ മതി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മതി റബ്ബേ, ഇനി ഇവിടെ ഒന്നും വേണ്ട, ഇനി ഇവിടെ മഴ പെയ്ത് ഞങ്ങൾ നശിച്ചു പോകും, മുങ്ങിപ്പോകും, അതുകൊണ്ട് നിർത്തിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ മഴ നിന്നുപോയി. ഇവിടെ നബി തങ്ങളോട് വന്നിട്ടാ വിഷമം പറഞ്ഞത്, പരാതി പറഞ്ഞത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമദല്ല. നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ്. അള്ളാഹിനോട് ചോദിക്കുന്നത് റസൂൽ രണ്ടാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, അള്ളാഹുവെ കാക്കണേ, ഇത് രണ്ട് ചോദിക്കുമ്പോ രണ്ടാണ്. അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹു തആല സമദാണ്, യഥാർത്ഥ കഴിവിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെയല്ല. അള്ളാഹു കൊടുത്ത ചില കഴിവുകൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിലാ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു തആല സമദാണ് അല്ലെ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂശാടെ കൂകിപ്പറപ്പിച്ചു വിട്ടോവർ. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു കോഴിനുണ്ടാക്കി. പാർട്സുകളെല്ലാം ഒരുമിച്ച് കൂട്ടി, എല്ലും തോലൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് യാ ഹയ്യ ഖയ്യൂം ഖും ബിഇദ്നില്ലാഹ്, എഴുന്നേറ്റ് പോ കോഴി എന്ന് പറയുമ്പോ കോഴി കൊക്കരക്കൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാറി പോവാണ്. അവ ചോദിക്കുക, കണ്ടില്ലേ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ജീവൻ കൊടുത്തുന്നല്ലേ പറഞ്ഞത്, അത് പടച്ചോന്റെ പണിയല്ലേ. സഹോദരന്മാരെ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മഹസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന കഴിവാണത്.
അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുക്കുമ്പോ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ എല്ലാം ഞാനാകും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തആല പറഞ്ഞതായി ഒരു ഖുദ്സിയായ ഹദീസിനോട് പഠിപ്പിക്കാം. ഇവിടെ ഇയാമിൽ മുട്ടി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഡോളി എന്ന് പറയുന്ന ഒരു ആടിനുണ്ടാക്കി, ചെമ്മരിയാടിനെ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്ന് പാട്, നാളെ ആട്ടിടയൻ. ഇന്ന് പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, നാളെ ക്ലോണിങ്ങിലൂടെ ഞാൻ മനുഷ്യനെ വരെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഇയാം വിൽമുട്ട് അവിടുന്ന് വെല്ലുവിളിച്ചു. ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാട് മനുഷ്യന്റെ കണ്ടുപിടുത്തം കൊണ്ടുണ്ടായി. ഇയാം വിൽമുട്ടുണ്ടാക്കിയതാ ചെമ്മരിയാടിനെ, ഡോളിയെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇയാം വിൽമുട്ട് ഡോളി എന്ന് പറയുന്ന ഈ ആടിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പാർട്സുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കോഴിനെ പറപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇയാവിൽ മുട്ടിന് അള്ളാഹു കൊടുത്ത കഴിവ് അതെന്താണ്? ചില ജീനുകളും ചില സാധനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ക്ലോണിങ്ങിലൂടെ, ഒരു ടെസ്റ്റ് ട്യൂബിലൂടെ, മറ്റ് സംഭവത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഇയാമിൽ മുട്ട് പറഞ്ഞുവെങ്കിൽ, മുഹീദ്ദീൻ ശൈഖ് കറാമത്തിലൂടെ ചെയ്തുവെങ്കിൽ, ഇതെല്ലാം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. അള്ളാഹു കൊടുത്ത പാർട്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാമിൽ മുട്ടുണ്ടാക്കിയത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശദീകരിക്കുന്നതാണെങ്കിൽ, അള്ളാഹു തആല സമദാണ്. അള്ളാഹുവിന് ഒരു പാർട്സുകളുടെയും ആവശ്യമില്ല, അള്ളാഹുവിന് ഒരാളുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയല്ല. മുഹീദ്ദീൻ ശൈഖിന് പടച്ചോന്റെ സഹായം വേണം, റസൂലുള്ളാഹിക്ക് പടച്ചോന്റെ സഹായം വേണം, ബദരീങ്ങൾക്ക് പടച്ചോന്റെ സഹായം വേണം. അപ്പൊ അള്ളാഹു തആല സമദ്, അല്ലാഹു സമദ്, അള്ളാഹു സമദാണ്. എല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അതാണ് സമദ്. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചതോ പ്രസവിക്കപ്പെട്ടവനോ അല്ല. ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. അള്ളാഹുവിന്റെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം, ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ഇന്നും ക്രിസ്തീയ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നു, ദാലിക ഈസ ഇബ്നു മറിയം, അള്ളാഹുവിന്റെ പുത്രനല്ല ഈസാ നബി അലൈഹിസ്സലാം, അത് മറിയമിന്റെ പുത്രനാണ്, ഈസ ഇബ്നു മറിയം. ദാലിക ഖൗലുൽ ഹഖ്, അതാണ് സത്യം, അതാണ് സത്യം, അതല്ലാതെ പടച്ചോന്റെ മകനൊന്നല്ല. സുബ്ഹാന, എന്തൊക്കെയാണ് പടച്ചോനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പടച്ചോൻ കുട്ടികളുണ്ടാക്കി, അല്ലെങ്കിൽ പടച്ചോൻ കുട്ടീനെ ഒരാളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ആ സ്ഥാനത്ത് തരം താഴ്ത്തുകയല്ലേ ഇവിടെയുള്ള ആളുകൾ? ഇതാണ് അല്ലാഹു തആല ഖുർആൻ ചോദിക്കുന്നത്. യഖൂലു ഇദാ അറാദ ശൈഅൻ ഫഖദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അത് ഉണ്ടാകുന്നു പറഞ്ഞാൽ തന്നെ ഉണ്ടായില്ലേ? അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് പരിശുദ്ധമായ ഖുർആന്റെ ചോദ്യം. റബ്ബി അന്നാ യകൂനു ലീ വലദ് വലം യംസസനി ബശർ ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ. മറിയം ബീവിക്ക് പേടിയായി. കാരണം എല്ലാവരും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ. ഒരു ഭർത്താവില്ലാത്ത തനിക്ക് എങ്ങനെ ഗർഭിണിയാകും? ഇത് ഞാൻ എങ്ങനെ നാട്ടുകാരോട് എന്താ പറയാ ആൾക്കാർ ചോദിച്ചാൽ? അപ്പോഴാ അല്ലാഹു തആല പറയണത്, കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ. മറിയം, അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും അള്ളാഹു തആലക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് മറിയം, നീ സമാധാനിക്കണം. റളിയല്ലാഹു അൻഹ. അള്ളാഹു തആല മറിയം ബീവിയോട് പറയണം. ചുരുക്കി പറഞ്ഞാൽ, ലം യലിദ്, അള്ളാഹുവിനെ ഇവിടെ ക്രിസ്തീയ സുഹൃത്തുക്കൾ ദൈവപുത്രനുമായിട്ട് പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അപ്പൊ ഈസാ നബി അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ ജനിച്ചിട്ടോ ജനിച്ചവനോ ജനിക്കപ്പെട്ടവനോ അല്ല. ഒരാൾ ഒരു മകനുണ്ടാക്കിയവനോ അതല്ലെങ്കിൽ ഒരാളുടെ ബാപ്പയോ അല്ല അള്ളാഹു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മകനായി ജനിച്ചതോ അല്ല. ക്രിസ്തീയ സുഹൃത്തുക്കൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞതാണ്. അപ്പൊ മുശ്രിക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതെങ്കിലും മുശ്രിക്കുകൾക്ക് മാത്രമല്ല, അന്ന്
ചോദിച്ച ചോദ്യകർത്താവിന്റെ മറുപടി മാത്രമല്ല, മറ്റുള്ള തെറ്റായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാവർക്കുമുള്ള മൊത്തത്തിലുള്ള മറുപടിയാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുമില്ല. അള്ളാഹുവിനോട് തുല്യനായി മറ്റൊന്നിനെയും ഉപമിക്കാനോ മറ്റൊന്നിനെയും എടുത്തു പറയാനോ സാധ്യമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സമയം അധികരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ഫളായിലിലൂടെ കൂടുതൽ പരാമർശിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കുറച്ചൊക്കെ ചില ഹദീസുകൾ പറഞ്ഞ് അത് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് അതിന്റെ ആശയങ്ങൾ അത് പറയുന്നതിനേക്കാൾ ഉപരിയായി വിനീതൻ ആഗ്രഹിച്ചത് അതിന്റെ ഫളായിലുകൾ മനസ്സിലാക്കി അത് കൂടുതൽ ചെല്ലാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സദസ്സ് മാറണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. അല്ലാഹു തആല അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് ഒരുപാട് തവണ പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ ചില ഉപദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശങ്ങൾ, അഥവാ കുടുംബ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാനും സന്തോഷവും സമാധാനവും ഉണ്ടാകാനും റസൂലുള്ളാഹി സ്വഹാബിയോട് പറഞ്ഞു കൊടുത്ത കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലത് കാലെടുത്ത് വെച്ച് കയറി വീട്ടുകാരോട് സലാം പറയാ, ഭാര്യയോട് സലാം പറയാ, ഭർത്താവിനോട് സലാം പറയാ, മക്കളോട് സലാം പറയാ, മാതാപിതാക്കളോട് സലാം പറയാ, വീട്ടിലുള്ള എല്ലാവരോടും സലാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതേപോലെ വീട്ടിലേക്ക് കയറിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവരും പാരായണം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ പരമാവധി ഒഴിവ് സമയങ്ങൾ, യാത്രാവേളകളിലും മറ്റും വേള ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലുമെല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് പരമാവധി പാരായണം ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്ത് നിരന്തരം പാരായണം ചെയ്ത മുആവിയത്തുൽ ലൈസ് എന്ന് പറയുന്ന സ്വഹാബി വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ, നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 70,000 മലക്കുകളെ അല്ലാഹു തആല പറഞ്ഞയച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്തിയ ഹദീസും നമ്മുടെ പരാമർശിച്ചു. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം നമ്മുടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ഒരുപാട് മലക്കുകൾ വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനും പര്യാപ്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് പരമാവധി അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക.